ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിൻ്റെ 20-ാം ദിവസമായി ഇന്ന് നാം ചിന്തയ്ക്കായെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഇടങ്ങൾ എന്നുള്ളതാണ്. നാം തിരുവചനവുമായി അടുത്ത് ചിന്തിക്കുമ്പോൾ ഇടങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയെ നമുക്ക് ചിന്തിക്കുവാനായി സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് ലോത്ത്. അബ്രഹാമിൻ്റെ സഹോദരനായ ഹാരാൻ്റെ പുത്രനായ ലോത്തിനെ നമുക്ക് വളരെ പരിചിതനാണ്. ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറിയ കഥ നമുക്ക് തിരുവചന ധ്യാനത്തിലൂടെയും ബൈബിൾ വായനയിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്നാൽ ലോത്തിൻ്റെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടം വന്നെത്തുകയാണ്. അബ്രഹാം ലോത്തിനോട് ആവശ്യപ്പെടുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുക്കാം, അത് നിൻ്റെ തലമുറകൾക്ക് കൈവശമായി തീരുമെന്ന് അബ്രഹാം പറയുകയാണ്. എന്നാൽ ലോത്ത് അവിടെ തിരഞ്ഞെടുക്കുന്നത് കാഴ്ചയിൽ വളരെ സൗന്ദര്യം നിറഞ്ഞതും സമ്പൽ സമൃദ്ധി നിറഞ്ഞതുമായ സോദോം ഗോമോറ എന്ന നഗരമാണ്. എന്നാൽ സോദോം ഗോമോറയെ പറ്റി നാം പഠിക്കുമ്പോൾ സോദോം ഗോമോറ എന്ന സ്ഥലത്തിലെ ആൾക്കാർ വളരെ ദുഷ്ടന്മാരും ക്രൂരന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. ലോത്തിന് അതറിയാതെ ലോത്ത് ഭൗതികമായ കാഴ്ചയിൽ വളരെ സൗന്ദര്യം നിറഞ്ഞ സോദോം ഗോമോറയെ തിരഞ്ഞെടുക്കുമ്പോൾ ലോത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും വളരെയധികം ദുഃഖങ്ങളും കടന്നു വരുന്ന ഒരു അവസ്ഥയെ നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ സാധിക്കും. എന്നാൽ ലോത്തിൻ്റെ ജീവിതം പിന്നീടുള്ള കാലഘട്ടത്തിൽ സോദോം ഗോമോറയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടങ്ങൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഇടങ്ങൾ എന്ന ചിന്താവിഷയമായി നാം ചിന്തിക്കുമ്പോൾ തിരുവചനത്തിലെ മറ്റൊരു ഉപമ നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല നിലത്തിൽ വീണ വിത്ത്. മുള്ളിനിടയിലും പാറമേലും വീണ വിത്ത് ഫലഭൂഷ്ഠത നൽകാതെ നശിച്ചു പോകുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നല്ല നിലത്തിൽ വീണ വിത്ത് ഫലഭൂഷ്ഠത നൽകുകയും അത് തഴച്ചു വളരുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല നിലത്ത് വീണ വിത്ത് പോലെ തന്നെയാണ് നല്ല ഇടങ്ങളിലായിരിക്കുന്ന നമ്മുടെ ജീവിത രീതികൾ. നല്ല ഇടങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മൂല്യം 10 മടങ്ങായി വർദ്ധിക്കുകയും അത് നമ്മളിലേക്ക് തന്നെ അനുഗ്രഹങ്ങളായി കടന്നു വരികയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നല്ല ഇടങ്ങളെ തിരഞ്ഞെടുക്കാൻ കഴിയാതായിരിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. മദ്യത്തിലും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും പെരുമാറാൻ കഴിയാതെ അക്രമത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും മാറ്റപ്പെടുകയാണ്. ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ജീവിതത്തെയും നല്ല ഇടങ്ങളായി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.